വാം വെൽക്കം എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ട്രാൻസ്മിഷൻ ലൈൻസിലെ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ തിയറട്ടിക്കൽ പാർട്ടും സിമിലർലി അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനു മുമ്പ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്, സിമിലർലി അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ, ആ കാര്യങ്ങളെല്ലാം തന്നെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഞാനൊരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു, ഇതുപോലെ ഞാനൊരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു. ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന ഇമ്പിഡൻസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണെങ്കിൽ, റൈറ്റ്, ഈ ലൈനിൻ്റെ ഇമ്പിഡൻസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. റൈറ്റ്, പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടെ ഒരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ കംപ്ലീറ്റ്ലി ലോഡ് അബ്സോർബ് ചെയ്യും. റൈറ്റ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ പവർ കംപ്ലീറ്റ്ലി ഈ ലോഡ് അബ്സോർബ് ചെയ്യും. റൈറ്റ്, ബട്ട് പ്രാക്ടിക്കലി ഈ ലോഡ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കത്തില്ല. റൈറ്റ്, അങ്ങനെ പെർഫെക്റ്റ്ലി മാച്ച്ഡ് അല്ലെങ്കിൽ മിസ്മാച്ച് വരുന്ന കേസുകളിൽ ഞാൻ ഇവിടെ കൂടെ ഒരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ് സൈഡ് എത്തിക്കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. റൈറ്റ്, പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തേനെ. ഇത് അബ്സോർബ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ കുറേ ഭാഗം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. റൈറ്റ്, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് എഗെയിൻ ട്രാൻസ്മിഷൻ സൈഡിലേക്ക് തന്നെ വരും. ട്രാൻസ്മിഷൻ സൈഡിൽ എഗെയിൻ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിലല്ല ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തിരിച്ച് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഫൈനലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസിന് ശേഷം ഇതിനകത്ത് ഒരു സ്റ്റാൻഡിങ് വേവ് ക്രിയേറ്റ് ചെയ്യും. റൈറ്റ്, ഇതുപോലൊരു സ്റ്റാൻഡിങ് വേവ് ക്രിയേറ്റ് ചെയ്ത് വരും ലോഡ് സൈഡും സിമിലർലി ട്രാൻസ്മിഷൻ സൈഡുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ഉണ്ടാവുന്ന സ്റ്റാൻഡിങ് വേവ്സ് ഡിനോട്ട് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ സൈഡിൽ നിന്നുള്ള പവർ റിസീവർ സൈഡിൽ പ്രോപ്പർലി അബ്സോർബ് ആകുന്നില്ല എന്നുള്ള കാര്യമാണ്. റൈറ്റ്, അപ്പം ഒരു പവർ നമുക്ക് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ പവർ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് സ്റ്റാൻഡിങ് വേവ്സ് ക്രിയേറ്റഡ് ആകുന്നത്. ഇനി നമുക്കറിയാം, സ്കൂൾ ഫിസിക്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നോട്ട്സും ആൻറ്റി നോട്ട്സിൻ്റെയും കൺസെപ്റ്റ്. നോട്ട്സ് എന്ന് പറയുന്നത് മിനിമൽ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ്, അതായത് മിനിമൽ പോയിൻറ്റിനെയാണ് നോട്ട്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി മാക്സിമം ആയിട്ട് ഒക്കർ ചെയ്യുന്ന പോയിൻ്റാണ് ആൻറ്റി നോട്ട്സ് ആയിട്ടും വരുന്നത്. നെക്സ്റ്റ് ഇൻസിഡൻ്റ്, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിനെ ഞാൻ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാണ് കോമൺലി ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇത് ഇസഡ് ആക്സിസിലേക്കാണ് പോകുന്നത്. സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ആയതുകൊണ്ട് ഞാൻ അതിനെ വി പ്ലസ് ആയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിലേറ്റ് ചെയ്യുന്നു. റൈറ്റ്, വി പ്ലസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഗാമ ഇസഡ്. നമുക്കറിയാം ഒരു വേവ് ഇസഡ് ആക്സിസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം, റൈറ്റ്, ഈ കറസ്പോണ്ടിങ് ട്രാൻസ്മിഷൻ ലൈൻ്റെ കേസ് തന്നെ എടുക്കുമ്പോൾ വേവ് ഇസഡ് ആക്സിസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചെറിയ രീതിയിലെങ്കിലും ഡിക്രീസ് ചെയ്ത് പോകും. റൈറ്റ്, ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്നത് ഇ റൈസ് ടു മൈനസ് ഗാമ ഇസഡ് ഫംഗ്ഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. സോ അതുകൊണ്ട് പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ പോകുന്നതിന് ഞാൻ വി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഗാമ ഇസഡ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്യാണ്. സോ ഈ വേവാണ് ഇൻസിഡൻറ്റ് വേവ്. സിമിലർലി ഇതിനോടൊപ്പം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ് തിരിഞ്ഞു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ വി മൈനസ് ആയിട്ട് ഡിനോട്ട് ചെയ്ത് വി മൈനസ് ഇ റൈസ് ടു, ഇത് പോകുന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ്. റൈറ്റ്, അതായത് മൈനസ് ഇസഡ് ഡയറക്ഷനിലേക്കാണ്. സോ മൈനസ് ഇസഡ് ഡയറക്ഷനിലും ഇതേ കണക്ക് തന്നെ ഡീകേ ചെയ്ത് പോകേണ്ട വേവാണ്. സോ ഇ റൈസ് ടു ഗാമ ഇസഡ് ആയിട്ടാണ് റിഫ്ലക്റ്റഡ് വേവിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നേരത്തെയുള്ള ഫിഗറിൽ തന്നെ നമ്മൾ വരച്ചായിരുന്നു, ഇത് ലോഡ് സൈഡ് ആണെന്ന് കണ്ടായിരുന്നു. ലോഡ് സൈഡ് ആണിതെന്ന് കണ്ടു. ലോഡ് സൈഡിൽ ഡി ഈക്വൽ ടു 0 ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, അതായത് ഞാൻ ലോഡിൽ നിന്നാണ് ആക്ച്വലി ഈ പറയുന്ന സ്റ്റാൻഡിങ് വേവ്സ് ക്രിയേറ്റഡ് ആവുന്നത്. സോ ഞാൻ ലോഡിൽ നിന്ന് മാറി വരുമ്പം ഇതിനെ കറസ്പോണ്ടിങ്ലി മൈനസ് ഡി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്, അത് ലോഡ് സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. കറസ്പോണ്ടിങ്ലി ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഡി ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഡെഫിനിഷനിലേക്ക് പോകാൻ സമയമായി. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് നേരത്തെ പറഞ്ഞ കണക്ക് ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് കരുതുക. സോ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയിഫിഷ്യനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ഗാമയാണ്. റൈറ്റ്, സോ ഗാമ ഡി
റൈറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഗാമ ഡി ഈക്വൽ ടു phasor voltage associated with the reflected wave to the phasor voltage associated with the incident wave, right? So reflected voltage by incident voltage. So V minus e raised to gamma Z divided by V plus e raised to minus gamma Z, right? But നമുക്കറിയാം Z equal to minus D ആണ്. So ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് V മൈനസ് e raised to minus gamma D, right, divided by V plus ഡിനോമിനേറ്റർ സൈഡിൽ e raised to gamma D എന്ന് വരും. അത് ന്യൂമറേറ്റർ സൈഡിൽ എത്തുമ്പം എഗെയിൻ ഒരു മൈനസ് ഗാമ ഡിയും കൂടെ വരും. സോ ദാറ്റ് ഈസ് ഞാൻ ഈ ഒരു കോയിഫിഷ്യൻറ്റിനെ വി മൈനസ് ബൈ വി പ്ലസിനെ ഞാൻ ടോ ഗാമ ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഗാമ ആർ e raised to മൈനസ് 2 ഗാമ ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ബട്ട് നമുക്കറിയാം ഇതൊരു ലോസ്ലെസ് ലൈനായിട്ട് നമ്മളാണ് പ്രാക്ടിക്കലി അസ്യൂം ചെയ്യുന്ന. സോ ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. ലോസ്ലെസ് ആകുമ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആണ്. സോ ടോ ആർ e raised to മൈനസ് ജെ 2 ബീറ്റ ടി, റൈറ്റ്. സോ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഫിഷ്യന്റ് എക്സ്പ്രഷൻ ഇതാണ്. ടോ ആർ e raised to മൈനസ് ജെ 2 ബീറ്റ ഡി, റൈറ്റ്. സോ ഈ എക്സ്പ്രഷനിൽ നോട്ട് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടോ ആർ ഇൻറ്റു e raised to മൈനസ് ഐ തീറ്റ ഫോമിലാണുള്ളത്. നമുക്ക് അറിയാം e raised to ഐ തീറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് മാഗ്നിറ്റ്യൂഡിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല, ഫേസിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, റൈറ്റ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോഡിയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് ഫേസ് ആംഗിൾ മാത്രം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫേസ് ആംഗിൾ ഡിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഫേസ് ആംഗിൾ ആക്ച്വലി ലീനിയർലി തന്നെ വേരി ചെയ്യും, റൈറ്റ്. ഫേസ് ആംഗിൾ വേരീസ് ലീനിയർലി വിത്ത് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ഈ ഗാമ ആർ എന്ന് പറയുന്നത് വി മൈനസ് ബൈ വി പ്ലസ് ആണ്, റൈറ്റ്. സോ ഈ വി മൈനസ് ബൈ വി പ്ലസ് തന്നെ ഒരു കോംപ്ലക്സ് നമ്പർ ആകാം. സോ എനിക്ക് ഈ പറയുന്ന ഗാമ ആറിനെ മാഗ്നിറ്റ്യൂഡ് പാർട്ടായിട്ടും ഫേസിൻ്റെ പാർട്ടായിട്ടും എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്. e raised to j theta r. സോ ഇത് കൊണ്ടുവന്ന് ഞാൻ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഗാമ ഡി ഈക്വൽ ടു ഗാമ ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗാമ ആർ ഇൻറ്റു e raised to j തീറ്റ ആർ മൈനസ് 2 ബീറ്റ ഡി, റൈറ്റ്. ഇനി ഈ എക്സ്പ്രഷനിൽ നിന്ന് നോക്കേണ്ടത് ഫേസ് ആംഗിൾ, റൈറ്റ്. ഫേസ് ആംഗിൾ ഡബിൾ ദ റേറ്റിലാണ് വേരി ചെയ്യുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഫേസ് ആംഗിൾ എപ്പോഴും 2 ബീറ്റ ഡി വരുന്നത് കൊണ്ട് തന്നെ ഡബിൾ ദ റേറ്റിലായിരിക്കും ഫേസ് ആംഗിൾ ഈ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഫിഷ്യൻറ്റിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇംപിഡൻസിനെ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഫിഷ്യൻ്റ് ഫോമിൽ ഡിനോട്ട് ചെയ്യാം, റൈറ്റ്. സോ നമുക്ക് ആദ്യം ഇംപിഡൻസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണെന്നറിയാം. സോ വോൾട്ടേജിനെ ഞാൻ ആദ്യം റിലേറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ കിട്ടിയ കാര്യമാണ് വി ഓഫ് ഡി. വോൾട്ടേജിൽ 2 ടേംസ് ഉണ്ട്, ഇൻസിഡൻറ്റ് ടേമും ഉണ്ടാവും, സിമിലർലി റിഫ്ലക്റ്റഡ് ടേമും ഉണ്ടാവും. സോ വി പ്ലസ്, റൈറ്റ്, വി പ്ലസ് എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് ടേമായി വി പ്ലസ് e raised to എഗെയിൻ നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തായിരുന്നു e raised to j ബീറ്റ ഡി, റൈറ്റ്. e raised to j ബീറ്റ ഡി, റൈറ്റ്. e raised to j ബീറ്റ ഡി പ്ലസ് വി മൈനസ് e raised to മൈനസ് ജെ ബീറ്റ ഡി, റൈറ്റ്. സോ ഇതിൽ നിന്ന് ഞാൻ വി പ്ലസ് e raised to j ബീറ്റ ഡി കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇൻറ്റു 1, റൈറ്റ്. 1 പ്ലസ് വി മൈനസ് ബൈ വി പ്ലസ് e raised to മൈനസ് ജെ ബീറ്റ ഡി ഇവിടെ ഉണ്ട്. ഒരു ജെ ബീറ്റ ഡിയും കൂടെ എടുക്കുമ്പോൾ മൈനസ് 2 ജെ ബീറ്റ ഡി ആയി, റൈറ്റ്. ബട്ട് വി മൈനസ് ബൈ വി പ്ലസ് e raised to മൈനസ് 2 ജെ ബീറ്റ ഡി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയത് ഗാമ ഡി ആയിട്ടാണ്. സോ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി പ്ലസ് e raised to ജെ ബീറ്റ ഡി 1 പ്ലസ് ഗാമ ഡി. സോ എനിക്കിപ്പം കിട്ടിയത് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനാണ്. ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. സിമിലർലി നമുക്ക് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. ഐ ഓഫ് ഡി കറണ്ട് നമുക്കറിയാം വോൾട്ടേജ് ബൈ ഇംപിഡൻസ് ആണ്. ഈ വോൾട്ടേജിൽ നമ്മൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനിൽ ഗാമയുടെ വാല്യൂ
പോസിറ്റീവ് ആയിരുന്നു, റൈറ്റ്. ഗാമ എന്ന് പറയുന്നത് പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരുന്നു. കറണ്ടിൻ്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കറണ്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് ആണ്. അതായത് ഗാമ പോസിറ്റീവ് ആണെങ്കിൽ കറണ്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ V+e⁻j⁵D ഇൻറ്റു കറണ്ട് റിഫ്ലക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ 1 - γD ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് ഈസ് Z0, റൈറ്റ്. സോ ഇതിനെ ഞാൻ എക്സ്പ്രഷൻ 2 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ആ സമയത്ത് ലോഡ് ഇമ്പിഡൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. Z(D) = V(D)/I(D) ആണ്. ദാറ്റ് മീൻസ് എക്സ്പ്രഷൻ 1/2. സോ 1/2 നമ്മൾ ചെയ്യുമ്പം V+e⁻j⁵D is cancelled out. So that is Z0 ന്യൂമറേറ്റർ സൈഡിലെത്തും. ദാറ്റ് മീൻസ് Z0 ഇൻറ്റു 1 + γD ഡിവൈഡഡ് ബൈ 1 - γD, റൈറ്റ്. സോ ഇതിൽ നിന്ന് γD = ZD മൈനസ് Z0/ZD + Z0 ആയിട്ടും റിലേറ്റ് ചെയ്യാം. സോ γDയുടെ വാല്യൂ വേരി ചെയ്യുന്നത് -1 to. ഇനി ഞാൻ കറസ്പോണ്ടിംഗ്ലി ലോഡ് ഇമ്പിഡൻസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് γD = 1 ആയിട്ട് വരും, റൈറ്റ്. സോ γDയുടെ വാല്യൂ -1 to +1 വരെയാണ് വേരി ചെയ്യുന്നത്. γD = 0 എന്ന് പറയുമ്പം പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള കേസാണ്. സിമിലർലി ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇൻഫിനിറ്റ് ഇമ്പിഡൻസ് വരുമ്പം ZD എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. ZD - Z0/ZD + Z0 എന്ന് വരും. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം വരും. സോ അതുകൊണ്ട് തന്നെ +1 ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. സോ ഇനി ഇത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിലേക്ക് പോവാം. സോ ഈ ക്വസ്റ്റ്യനിൽ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് Z0 = 300 ohm is terminated in a purely resistive load. Minimum line voltage is 5 mV and maximum line voltage is 7.5 mV. What is the load impedance? സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയൊരു കൺസെപ്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, റൈറ്റ്. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എസ്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. നേരത്തെ നമ്മൾ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻസ് കണ്ടു. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയുമ്പം ഞാനൊരു ട്രാൻസ്മിഷൻ ലൈനിൽ ഇമ്പിഡൻസ് മിസ്മാച്ച് വരും, അതായത് ലോഡ് സൈഡിൽ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് അല്ലാതെ ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ZD ≠ Z0 ആകുന്ന ടൈമിൽ ഇവിടെ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് നമുക്കൊരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. ഇതുപോലെ ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യും. ഈ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേണിലെ മാക്സിമം വാല്യൂവിനെ ഞാൻ Vmax ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സിമിലർലി മിനിമം വാല്യൂവിനെ Vmin ആയിട്ടും ഡിനോട്ട് ചെയ്യാണ്. ഇതിൻ്റെ റേഷ്യോ ആണ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, റൈറ്റ്. Vmax/Vmin. ഇനി ഇത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റായിട്ട് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ = 1 + mod τ ഡിവൈഡഡ് ബൈ 1 - mod τ ആയിട്ടാണ്, റൈറ്റ്. സോ എസിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നതെന്ന് പറയുന്നത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് = 0 ആകുമ്പോഴാണ്. സോ എസിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സിമിലർലി എസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. സോ ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ മീനിങ് എസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമം ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 7.5 ആയിട്ടും മിനിമം 5 ആയിട്ടും തന്നിട്ടുണ്ട്. 7.5/5 ഈസ് 1.5. സോ ഇനി എസ്സും, അപ്പോൾ എസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ലോഡ് ഇമ്പിഡൻസ് ആണ്. സോ എസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ലോഡ് ഇമ്പിഡൻസുമായിട്ട് റിലേഷൻ ഇല്ല, ബട്ട് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റെ ഹെൽപ്പോട് കൂടി റിലേറ്റ് ചെയ്യാം. അതായത് ഞാൻ മീൻ ചെയ്തത് എസ് ഉണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ലോഡ് ഇമ്പിഡൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ലോഡ് ഇമ്പിഡൻസ് ZL or ZD കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എസ് എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 = 1 + വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ 1 - വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്. എഗെയിൻ ഈ പറയുന്ന ഗാമയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ വരാം,
ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നത് ഈസ് ടെർമിനേറ്റഡ് ഇൻ എ പ്യുവർലി റെസിസ്റ്റീവ് ലോഡാണ്. പ്യുവർലി റെസിസ്റ്റീവ് ലോഡാകുമ്പം ഗാമ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് 1.5 ഇൻറ്റു 1 മൈനസ് ഗാമ ഈക്വൽ ടു 1 പ്ലസ് ഗാമ, റൈറ്റ്? ദാറ്റ് മീൻസ് 1.5 മൈനസ് 1 ഈക്വൽ ടു ഗാമ പ്ലസ് 1.5 ഗാമ. Right, 1.5 minus 1 is 0.5, 0.5 equal to 2.5 gamma, or gamma equal to 0.5 by 2.5, that means 1 by 5. So gamma equal to 0.2 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. ഗാമ 0.2 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്താൽ ഗാമ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഈക്വൽ ടു ZL മൈനസ് Z0 ബൈ ZL പ്ലസ് Z0 ആണ്. റൈറ്റ്, ലോഡ് ഇംപിഡൻസ് മൈനസ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ബൈ ടോട്ടൽ സമ്മേഷൻ ഓഫ് ഇംപിഡൻസസ്. ദാറ്റ് മീൻസ് ഗാമ നമുക്കിപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 0.2 ആണ്. 0.2 ZL ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 0.2 ഇൻറ്റു ZL പ്ലസ് 0.2 ഇൻറ്റു Z0 എന്ന് പറയുന്നത് 300 ആണ്. സോ 0.2 ഇൻറ്റു 300 ഈക്വൽ ടു എഗെയിൻ ZL മൈനസ് 300. സോ 0.2 ഇൻറ്റു 300, ദാറ്റ് ഈസ് 300 ഇൻറ്റു 2/10. ഈ 300 കൂടി ഇങ്ങോട്ട് എടുക്കുന്നു, പ്ലസ് 300 ഈക്വൽ ടു ZL minus 0.2 ZL. So that is 360, right? 360 by 0.8 equal to ZL. That is equal to 450 ohm. Right? So load impedance എന്ന് പറയുന്നത് 450 ohm ആയിരിക്കും. So next question, find the voltage standing wave ratio in the 60 ohm line assuming all line sections are lossless. So ഇവിടെ ഒരു 60 ohm ലൈനിൽ 60 ohm ലൈനിൻ്റെ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. ബട്ട് ഈ 60 ohm ലൈനിൽ രണ്ട് ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻസും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈനുണ്ട്, ഇവിടെ വേറൊരു ട്രാൻസ്മിഷൻ ലൈനുണ്ട്. ഈ ട്രാൻസ്മിഷൻ ലൈനെ ഞാൻ എ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇതിനെ ഞാൻ ബി ആയിട്ടും ഡിനോട്ട് ചെയ്യുന്നു. റൈറ്റ്, സോ ഈ ഒരു ലൈൻ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഈക്വലൈസ് ചെയ്യുമ്പം ഇവിടെ ഞാൻ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ZA കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ അടുത്തൊരു ട്രാൻസ്മിഷൻ ലൈൻ ZB കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. 60 ohm ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഉള്ള ലൈൻ. സോ ഇതിന് വേണ്ടി ഈ ZA ആൻഡ് ZB നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. ZA അതായത് ഈ ലൈൻ ഓഫർ ചെയ്യുന്ന ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യേണ്ടത്. എഗെയിൻ ഇവിടെ ലോസ്ലെസ് ലൈനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ Z ഇൻപുട്ട് ഈക്വൽ ടു Z0 ഇൻറ്റു ZL പ്ലസ് JZ0 ടാൻ ബീറ്റ എൽ ഡിവൈഡഡ് ബൈ Z0 പ്ലസ് JZL ടാൻ ബീറ്റ എൽ. സോ ബീറ്റ എൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കാം. ബീറ്റ ഫസ്റ്റ് ലൈനിൽ എയുടെ കേസിൽ ബീറ്റ എന്ന് പറയുന്നത് ലാംഡ, ബീറ്റ ഈക്വൽ ടു 2π ബൈ ലാംഡയും എൽ എന്ന് പറയുന്നത് λ/8 ലൈനുമാണ്. ദാറ്റ് മീൻസ് 2π by 8, that is π/4. So tan beta L is tan 45 degree, right? π/4 is 45 degree, that is equal to tan beta L equal to 1 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ Z input equal to Z0 into ZL plus JZ0 divided by Z0 plus JZL. റൈറ്റ്, സോ ഇവിടെ ZL എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, 0 ആണ്. Z0 എന്ന് പറയുന്നത് 30 ആണ്. സോ 30 ഇൻറ്റു 0 പ്ലസ് J30 ഡിവൈഡഡ് ബൈ അഗെയിൻ Z0 ഈസ് 30 പ്ലസ് 0, ദാറ്റ് ഈസ് J30 ആയിട്ട് നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ ഇംപിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യാം. സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് സെക്കൻഡ് ലൈനിൽ 30√2 ആണ്. സോ ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ബീറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബീറ്റ 2π ബൈ ലാംഡയാണ്, എൽ എന്ന് പറയുന്നത് λ/4 ആണ്. സോ ബീറ്റ എൽ ഈക്വൽ ടു π/2 എന്ന് വന്നു. That means tan beta L equal to tan 90 degree, that is equal to infinity ആയിട്ട് വന്നു. റൈറ്റ്, സോ ഇനി ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. Z input equal to Z0 into
ഇസഡ് എൽ പ്ലസ് ജെ ഇസഡ് നോട്ട് ടാൻ ബീറ്റ എൽ എന്നാണ്. ടാൻ ബീറ്റ എൽ ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഞാൻ ഈ ടാൻ ബീറ്റ എൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ടാൻ ബീറ്റ എൽ ഇൻഫിനിറ്റിയാണ്. സോ ഇസഡ് എൽ ബൈ ഇൻഫിനിറ്റി പ്ലസ് ജെ ഇസഡ് നോട്ട് ടാൻ ബീറ്റ എൽ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ എൽ. സോ ജെ ഇസഡ് നോട്ട് എന്ന് തോന്നുന്നു ഡിവൈഡഡ് ബൈ ഇസഡ് നോട്ട് ബൈ ഇൻഫിനിറ്റി. ടാൻ ബീറ്റ എൽ അഗെയിൻ ഇൻഫിനിറ്റിയാണ് പ്ലസ് ജെ ഇസഡ് എൽ ടാൻ ബീറ്റ എൽ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ എൽ. സോ അത് ജെ ഇസഡ് എൽ ആയിട്ട് ലിമിറ്റഡ് ആവും. ദാറ്റ് മീൻസ് ഇസഡ് നോട്ട് ഇൻറ്റു ജെ ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ജെ ഇസഡ് എൽ. ജെയും ജെയും ക്യാൻസൽ ആവുന്നു. ഇസഡ് നോട്ട് സ്ക്വയർ ബൈ ഇസഡ് എൽ എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി സെക്കൻഡ് പാർട്ട് ഈസ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 30√2 ആണ്. 30√2 സ്ക്വയർ ആണ്. സോ 30 ഇൻറ്റു 30 ഇൻറ്റു 2 റൈറ്റ് ഡിവൈഡഡ് ബൈ ഇസഡ് എൽ. ഇസഡ് എൽ എന്ന് പറയുന്നത് 30 ആണ്. സോ ഇതിൻ്റെ ഇംപിഡൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 60 ഓം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. അപ്പം ഇസഡ് എ നമുക്ക് J30 എന്ന് വന്നു. ഇസഡ് ബി എന്ന് പറയുന്നത് 60 ആയിട്ടും വന്നു. സോ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ആണ്. വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 1 + mod τ ബൈ 1 - mod τ ആയിട്ടാണ്. സോ അതിനുവേണ്ടി ടോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ടോ ഈക്വൽ ടു ഇസഡ് എൽ മൈനസ് ഇസഡ് നോട്ട് ബൈ ഇസഡ് എൽ പ്ലസ് ഇസഡ് നോട്ട് ആണ്. ഇവിടെ ലോഡ് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ്. 60 + J30 റൈറ്റ്. 60 + J30 മൈനസ് 60 ബൈ ഇതിൻ്റെ സമ്മേഷൻ ദാറ്റ് ഈസ് 120 + J30. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു J30 by 120 + J30 right, that is J divided by 4 + J. J divided by 4 + J right. അപ്പോൾ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് J by 4 + J എന്ന് കിട്ടി. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് mod τ ആണ്. സോ mod τ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. കോംപ്ലക്സ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. ഇവിടെ ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ √1² ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈഡിൽ 4² ഈസ് 16. 16 + 1 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √17 ആണ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് മാഗ്നിറ്റ്യൂഡായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റൈറ്റ്. സോ എസ് നമുക്ക് ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. എസ് ഈക്വൽ ടു 1 + 1/√17 ഡിവൈഡഡ് ബൈ 1 - 1/√17. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ 1.64 ആയിട്ട് വരും റൈറ്റ്. എസ് ഈക്വൽ ടു 1.64 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.